വെൽക്കം ബാക്ക് ടു യെറ്റ് അനദർ എപ്പിസോഡ് ഓഫ് സംസിലി ഷെയറിങ്സ്. അങ്ങനെ ഞങ്ങൾ മിൻറ്റ് മ്യൂസിയം ഓഫ് ടോയ്സ് എന്ന് ഇറങ്ങി നേരെ പോയത് ഇന്ത്യയിലെ പ്രേമ റെസ്റ്റോറൻറ്റിലേക്കാണ്. അഗെയിൻ ടു അവർ ഫേവറേറ്റ് ക്വിസിൻ, നമ്മുടെ കേരള ഫുഡ് കഴിക്കാൻ വേണ്ടിയിട്ട്. ഇവിടെ വന്നപ്പോൾ പ്രിജോ ആദ്യം തന്നെ നമ്മുടെ ചിക്കൻ ബിരിയാണി തന്നെയാണ് ഓർഡർ ചെയ്തത്. നല്ല ചൂടാവി പറക്കുന്ന ബിരിയാണി കണ്ടപ്പോൾ എനിക്കും ചെറുതായിട്ടൊന്ന് കൊതിയൊക്കെ വന്നു. ബട്ട് എനിക്കിവിടെ എല്ലാ സമയം വരുമ്പോഴും വെറൈറ്റി ഓഫ് നമ്മുടെ നാടൻ ഭക്ഷണം ട്രൈ ചെയ്യണം എന്നായിരുന്നു. അതുകൊണ്ട് ഞാൻ ഈ വട്ടം ഓർഡർ ചെയ്തത് നമ്മുടെ കപ്പ ബിരിയാണി ആയിരുന്നു. നല്ല കട്ടയ്ക്ക് ബിരിയാണീൻ്റെ കൂടെ പിടിച്ച് നിൽക്കാൻ ഈ ഒരു സംഭവം തന്നെ ട്രൈ ചെയ്യണം എന്ന് എനിക്ക് തോന്നി. ആൻഡ് നമ്മൾ കല്ലുമ്മക്കായി കടുക്ക റോസ്റ്റും പറഞ്ഞിട്ടുണ്ടായിരുന്നു. ഇറ്റ് വാസ് സോ യം. ലിറ്റിൽ ഇന്ത്യയിൽ നിന്ന് ഒരു 10-15 മിനിറ്റ്സ് നടന്നു കഴിഞ്ഞാൽ നമ്മുടെ ഈ ഹാജി ലെയിൻ, അറബ് സ്ട്രീറ്റ്, ബാലി സ്ട്രീറ്റ് എന്ന് പറഞ്ഞിട്ടുള്ള ആ ഒരു ഏരിയയിലേക്ക് എത്തും. വാക്കബിൾ ഡിസ്റ്റൻസേ ഉള്ളൂ. ഞങ്ങളിവിടെ ഓൾറെഡി 2-3 വട്ടം വന്നതാണ്. എന്നാലും സിംഗപ്പൂരിൽ വന്നിട്ട് ഈ ഒരു സ്ഥലത്തേക്ക് വരാണ്ട് പോയി കഴിഞ്ഞാൽ എന്തോ ഒരു മിസ്ഡ് ഫീലിംഗ് വരും. അത് വരാണ്ടിരിക്കാൻ വേണ്ടി വി തോട്ട് ഓഫ് ഗോയിങ് ഫോർ ലിറ്റിൽ ഈവനിങ് വാക്ക്. അതുകൊണ്ട് അങ്ങോട്ടേക്ക് നടക്കാണ് കേട്ടോ. ഇപ്പോൾ മസാജ് പാർലേഴ്സ് ഉണ്ട്, പുറത്തിങ്ങനെ ഡൈൻ ചെയ്യുന്ന റെസ്റ്റോ കഫേസ് ഉണ്ട്. എല്ലാം നല്ല എന്താ പറയുക, ഇതാണ് നമ്മുടെ ഹാജി ലെയിൻ ഗൈസ്. ഇവിടെ വന്നിട്ട് ഇവിടെ ഇങ്ങനെ ഫുള്ളിങ്ങനെ ചെയ്തിട്ടുണ്ട്. മതിൽമിലൊക്കെ നല്ല ഭംഗിയാണ് കേട്ടോ. ഇവിടെ നിന്ന് എല്ലാവരും ഇങ്ങനെ ഫോട്ടോസൊക്കെ എടുക്കാറുണ്ട്. അങ്ങനെ കഴിച്ചാൽ നമ്മൾ നടന്നാണ് ഹാജി ലെയിനിലെത്തിയിരിക്കാം. ഉണ്ടല്ലോ ആ വൈബ് ഉണ്ടല്ലേ. നമുക്കിതിലൊന്ന് നടന്നു നോക്കാം ഗൈസ്. ഇതേ കഴിഞ്ഞ വട്ടം ഞാൻ ഇവിടുന്ന് ഒരു ഫോട്ടോ ഒക്കെ എടുത്തിട്ടുണ്ടായിരുന്നു. സീ ദ വൈബ് ഗൈസ്. ഫുള്ള് പാട്ടൊക്കെ വെച്ചിട്ട്, ഡെസ്പാസിറ്റോ ഒക്കെ വെച്ചിട്ട്, ലോട്ട് ഓഫ് പീപ്പിൾ എൻജോയിങ് ദീസ് വൈബ്സ്. എല്ലാവരും ബെവറേജസ് ഒക്കെ വാങ്ങി ഹോട്ട് ആൻഡ് കോൾഡ് ഡ്രിങ്ക്സ് ഒക്കെ കുടിച്ച് അടിപൊളിയായിട്ട് ഇരിക്കുന്നുണ്ട് ഗൈസ്. ഇവിടെ ആയിരുന്നു കഴിഞ്ഞ വട്ടം ഗുഡ് ലക്കിൽ വന്നത് നമ്മൾ. ഒരുപാട് ഷോപ്സ് ഉണ്ട് ഇവിടെ. കൂടുതലും ഇതേപോലത്തെ ബാർസാണ്, അല്ലെങ്കിൽ ബാർസ് ആൻഡ് റെസ്റ്റോറൻറ്റ്സ് ആണ്. അത് കഴിഞ്ഞിട്ട് വി ടുക്ക് എ ബ്രിസ്ക് വാക്ക് ത്രൂ ദ ബാലി സ്ട്രീറ്റ്സ്. ആൻഡ് അവിടെ ഒരു അമേസിങ് മനുഷ്യൻ ഒരു പുതിയ ഇൻസ്ട്രുമെൻറ്റിൽ നല്ല സൂതിങ് ആയിട്ടുള്ള മ്യൂസിക് പ്ലേ ചെയ്യുന്നുണ്ടായിരുന്നു. ഇത് ഇൻസ്റ്റാഗ്രാമിൽ ലൈവ് ഷെയർ ചെയ്തിട്ടുണ്ട്, ദ മ്യൂസിക് ആൻഡ് ഓൾ. ആൻഡ് ദാറ്റ് വാസ് ഓൾ ഫോർ ടുഡേ. ഇത് കഴിഞ്ഞിട്ട് ഞങ്ങളൊന്നും കൂടെ മറീന ബേ സാൻഡ്സിൻ്റെ അങ്ങോട്ടേക്ക് പോയിട്ടുണ്ടായിരുന്നു. ഐ ഷെയർ ഇറ്റ് ഇൻ മൈ നെക്സ്റ്റ് വീഡിയോ. അൻടിൽ ദെൻ ബൈ ബൈ.